ഇങ്ങനെ അയ്യാങ്കുടിയാശൻ എന്നുമെല്ലാം മഹാഗുരുനാഥന്മാർ പകർന്നു തന്ന ഈ ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കാണുന്ന പഞ്ചവാദ്യത്തിലെ അതിന് പൂർണ്ണമാകുന്നതിലേക്ക് വരുവാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ചുറ്റാനിക്കര നാരായണമാരാശാനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സത്യേട്ടനും ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ഇന്ന് ഈ 7ാമത് സുവർണ മുദ്ര നൽകി ആദരിക്കുന്നത്. അമ്പലപ്പുഴ കണ്ണൻ്റെ കളഭക്കാലത്ത് കഴിഞ്ഞ 12 വർഷത്തിന് മുകളിലായിട്ട് തന്നെ ഒരു വാദ്യത്തെ എങ്ങനെ പഠിച്ച് മഹാഗുരുനാഥൻ്റെ ശിഷ്യനായിട്ട് വളർന്നു വന്ന് നിരവധി ശിഷ്യന്മാരെ തത്തുല്യരായിട്ട് തന്നെ വളർത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഗുരുനാഥനാണ് മായന്നൂർ രാജുവേട്ടൻ. രാജുവേട്ടനാണ് 7ാമത്തെ സുവർണമുദ്ര ഈ അനുസ്മരണ ദിനത്തിൽ നൽകുന്നത്. ഞങ്ങൾ കിട്ടിയ ഏറെ സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ധന്യ നിമിഷമാണ് ഇന്നത്തെ ഒരു ദിവസം. കാരണം ഇത്രയും വർഷം അദ്ദേഹം വന്നെങ്കിലും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്താൽ തന്നെ മേടിക്കില്ല. കാരണം ഞാൻ കണ്ണനെ സേവിക്കാനായിട്ട് വരുന്നു, സേവയാവണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഒറ്റപ്പാലം ഹരി. അദ്ദേഹം സാന്നിധ്യമുണ്ട്. സകുടുംബമാണ് ഒറ്റപ്പാലത്ത് നിന്ന് അവരെല്ലാവരും വന്നിരിക്കുന്നത്. ആ ശിഷ്യനെ രാകേഷ് കമ്മത്ത് പറവൂരിൽ നിന്ന് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് രാകേഷിനെ കലാരംഗത്തേക്ക് വളർത്തിയെടുത്തതിൽ പ്രധാന ഗുരുനാഥനെങ്കിലും ആ പൂരങ്ങളിലേക്ക് ഇന്ന് തൊറവൂർ പ്രദേശ് എന്ന രീതിയിൽ അവർ വളർന്നു വന്നുവെങ്കിൽ അതിൽ രാകേഷിന് അഭിമാനിക്കാവുന്ന വലിയ ഒരു സ്ഥാനം ഈ രാജുവേട്ടൻ്റെ ശിഷ്യത്വം തന്നെയാണ്. എന്തായാലും അമ്പലപ്പുഴയ്ക്ക് മറക്കാൻ വയ്യാത്ത സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ കളഭക്കാലത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ധന്യ നിമിഷത്തിൽ ആ പുരസ്കാരം സ്വീകരിക്കാൻ നേരത്തെ തന്നെ സകുടുംബം പാലക്കാടിൻ്റെ കലാസ്നേഹികളോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുള്ള മായന്നൂർ രാജുവേട്ടന് ഏറെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട്